ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കസ്റ്റാർഡ് പൗഡർ സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ ഈ റെസിപ്പി നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള രാജശ്രീ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റെസിപ്പി ആയിരുന്നു. ഇത് ശരിക്കും നല്ല സൂപ്പർ സോഫ്റ്റാണ്, നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ ഓവനും ബീറ്ററൊന്നും ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല, മുട്ട ചേർക്കാതെയുള്ള ഒരു കേക്കാണ്. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന, പ്രഷർ കുക്കറിനകത്ത് ചെയ്തെടുക്കാൻ കഴിയുന്ന അത്രയധികം സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഇതിൻ്റെ ഉള്ള ആ ഒരു ഭാഗമൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാകും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫ്ലേവറുള്ള കേക്കാണ്. നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പ്രഷർ കുക്കറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ താഴെ ഭാഗത്തും സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിലൊന്ന് ഗ്രീസ് ചെയ്യാം. അതല്ലെങ്കിൽ ബട്ടർ ഉപയോഗിച്ചാലും മതി. പക്ഷേ ഓയിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഒത്തിരി ഉപയോഗിക്കരുത്, അപ്പോൾ കേക്കിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ക്രിസ്പി ആയതുപോലെ ഉണ്ടാകും. അതിനുശേഷം താഴ്ഭാഗത്തായിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഹോം മെയ്ഡായിട്ടുള്ള ബട്ടർ പേപ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു വലിയ ബൗൾ എടുക്കാം. അതിനകത്തോട്ടേക്ക് ഞാനിപ്പോൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. 1 കപ്പ് എന്ന് പറയുന്നത് 240 ml കപ്പാണ്. ഇതിനകത്തോട്ടേക്ക് 1/2 കപ്പ് കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇനി ഇതിനകത്തോട്ടേക്ക് 1 കപ്പ് നല്ല തിളച്ച പാൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടോടുകൂടി തന്നെ പാൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ഒരു ടേസ്റ്റ് വല്ലാതെ അങ്ങ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ ജസ്റ്റ് ചൂടുള്ള പാൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പൗഡറും ആ പൊടിച്ച പഞ്ചസാരയൊക്കെ നല്ലതുപോലെ യോജിച്ച് വരുന്ന രീതിയിൽ ഒരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ച് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ബാറ്റർ നല്ല ചൂടായിട്ടാണുള്ളത്. ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. കംപ്ലീറ്റ് ആയിട്ട് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് കറക്റ്റ് ചൂടാറിയതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് നമുക്കൊരു 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഒന്നങ്ങ് യോജിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് ഇതിനകത്തോട്ടേക്ക് 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കേക്ക് ഒരിക്കലും ഗോതമ്പ് പൊടി വെച്ച് ചെയ്യരുത്. ഇതിനകത്തോട്ടേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. അതുപോലെ തന്നെ ഒരു 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഗോതമ്പ് പൊടിയും കസ്റ്റാർഡ് പൗഡറും കൂടി ഉള്ള ഒരു മിക്സ് അത്ര ടേസ്റ്റി അല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മൈദ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക, നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക. ഇനി ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നുകിൽ സ്പൂണോ അതല്ലെങ്കിൽ ജസ്റ്റ് വിസ്കോ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ അങ്ങ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് മൈദയായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കേക്കിൻ്റെ എല്ലാ സൈഡിലും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയും. അതല്ലെങ്കിൽ ഈ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ കേക്കിൻ്റെ താഴെ ഭാഗത്ത് മാത്രമായിട്ട് അടിഞ്ഞു പോകുന്ന രീതിയിലാണ് കിട്ടുക. അപ്പോൾ ഇതുപോലെ ഒരു ഫ്ലോറുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് കുക്കറിനകത്തോട്ടേക്ക് ഈ ബാറ്റർ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ശരിക്കും വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളൂ. മുഴുവൻ ബാറ്ററും ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് തറയിൽ വെച്ചിട്ടൊന്ന് തട്ടി കൊടുത്തിട്ട് എയർ ബബിൾസ് മുഴുവനായിട്ട് കളഞ്ഞെടുക്കുക. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് നട്ട്സ് മിക്സ് ചെയ്യാം, അതല്ലെങ്കിൽ ചെറീസൊക്കെ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ജസ്റ്റ് കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്യുക. അപ്പോൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വിസിലും അതുപോലെ തന്നെ വാഷറും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഇതിനെങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ബേക്ക് ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഈ പാൻ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. പാൻ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ പ്രഷർ കുക്കർ ഇതിനകത്തോട്ടേക്ക് വെച്ച് കൊടുത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 40-45 മിനിറ്റാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. ഒരു ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇൻ കേസ് നിങ്ങൾ ഇനി ഓവനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35 മിനിറ്റ് തുടങ്ങി 40 മിനിറ്റ് വരെയാണ് നമ്മൾ ഓവനിലാണ് ചെയ്തെടുക്കുന്നതിനുള്ള സമയം. അപ്പോൾ ഒരു 40 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു കറക്റ്റ് 40 മിനിറ്റാണ് കേട്ടോ കഴിഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് തുറന്ന് നോക്കാം ബേക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ കേക്കൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉൾഭാഗം കുക്കായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റിക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. കണ്ടില്ലേ, സ്റ്റിക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്, ഒട്ടും സ്റ്റിക്കി അല്ല. ഇത് കംപ്ലീറ്റ് ആയിട്ട് ചൂടാറണം. എപ്പോഴും കേക്ക് ചൂടാറിയതിന് ശേഷം മാത്രം പാത്രത്തിനകത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുക. ചൂടാറിയതിന് ശേഷം ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് സൈഡിൽ നിന്ന് വിട്ട് കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ കുക്കറിനകത്ത് നിന്ന് വിട്ട് വരും. ഒട്ടും തന്നെ ക്രിസ്പി ആയിരിക്കില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുക.
അപ്പോൾ നമുക്കിതൊരു പാത്രത്തിനകത്തോട്ടേക്ക് ഇതുപോലെ ഒന്ന് കമഴ്ത്തി കൊടുത്ത് നോക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ നമുക്ക് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടും. ഇനി ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. നമ്മുടെ കേക്കിൻ്റെ പിറകു വശമാണെങ്കിലും ഒത്തിരി ബ്രൗൺ ഷെയ്ഡ് അടിച്ചിട്ട് പോയിട്ടില്ല, സൈഡ് പോർഷൻ ആണെങ്കിലും ഒട്ടും തന്നെ ക്രിസ്പി ആയിട്ടില്ല, എല്ലാം നല്ല സോഫ്റ്റ് ടെക്സ്ചറിലാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ കേക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ശരിക്കും കുറഞ്ഞ ചേരുവകളെ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ, മുട്ട ചേർക്കാതെ തന്നെ നല്ല സൂപ്പർ സോഫ്റ്റും പിന്നെ കസ്റ്റാർഡ് പൗഡർ ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. ഇനി നമുക്കൊരു പീസ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം, ഇത് എത്രത്തോളം നല്ല സോഫ്റ്റ് ടെക്സ്ചറിലാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം നമുക്ക്. ഇപ്പോൾ ട്യൂട്ടി ഫ്രൂട്ടിയോ നട്ട്സോ അല്ലെങ്കിൽ ചെറീസൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് വാനില എസൻസ് കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ആ ഒരു എസൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് വാനില ആഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കാണുമ്പോൾ തന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇനി നമുക്ക് ഈ ഒരു കേക്ക് തന്നെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് നോക്കാം എത്രത്തോളം നല്ല ഉൾഭാഗമൊക്കെ എത്ര നല്ല സോഫ്റ്റായിട്ട് നല്ല ഫിനിഷായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സൂപ്പർ സോഫ്റ്റ്, നമ്മൾ മുട്ട വെച്ച് ചെയ്യുന്നത് പോലെ തന്നെ അത്രയധികം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാകും. നിങ്ങൾക്ക് ബേസ് കേക്കായിട്ട് പോലും ഈ ഒരു കേക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷുമായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.